വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. ഒരുപാട് കാലത്തിന് ശേഷം ഒരു വണ്ടിയുടെ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വണ്ടി വേറെ ഏതുമല്ല, ദിസ് ഈസ് അൾട്രാ വയലറ്റ് F77 Mark II, വൺ ഓഫ് ദി സെക്സിയസ്റ്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് എവർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ന് ഈ വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പലർക്കും ഈ വണ്ടിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും. ഞാൻ ഈ വണ്ടി 1.5 മാസത്തിൻ്റെ മേലായി കൊണ്ട് നടക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് നോളജ്, ഒരുപാട് റിയൽ ലൈഫ് ഇൻഫോർമേഷൻസും അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു സിംഗിൾ വീഡിയോ ആണിത്. ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂരാണ്. ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നല്ല ചില്ലടിച്ച് നിൽക്കുന്ന ക്ലൈമറ്റാണ്. ഫസ്റ്റ് തന്നെ ഈ വണ്ടിയുടെ ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ വണ്ടിക്ക്. സെക്സി ആസ് ഹെൽ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആർക്കൊക്കെ ഈ വണ്ടി ഞാൻ ഈ കൊണ്ടു നടന്ന കാലഘട്ടത്തിൻ്റെ ഇടയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണാനൊരു പ്രെഡേറ്റർ സ്റ്റാൻസ് ആണ് ഈ വണ്ടിക്ക്. ഒരു സ്ലീക്ക് ആൻഡ് എയറോഡൈനാമിക് ഡിസൈൻ, ഭയങ്കര ഫങ്ഷണൽ ആയിട്ടുള്ള ഡിസൈനും കൂടെയാണ് ഈ വണ്ടിക്ക്. കാരണം ഒരുപാട് കാലത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ശേഷം അൾട്രാ വയലറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫൈനലൈസ്ഡ് ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് ഒറ്റ നോട്ടത്തിൽ ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കാണ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് സൂപ്പർ സ്പോർട്ട് ബൈക്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള എയറോഡൈനാമിക് ആയിട്ടുള്ള സൈഡ് പാനൽസും പിന്നെ ബോഡി പാനൽസും അതുപോലെ ഹാൻഡിലും കൂടെയാണ് വരുന്നത്. അഗ്രസീവായിട്ട് ഇങ്ങനെ ഇരിക്കണം, കിടന്നിരുന്ന് ഓടിക്കണം. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നമ്മുടെ റൈഡ് റിവ്യൂവിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ വണ്ടി കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സൈഡ്, ആ ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ലുക്ക് കാണുന്ന 90% ആളുകൾക്കും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ ഒരു റിവ്യൂ വീഡിയോ ഈസ് നോവർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അൾട്രാ വയലറ്റ്. ഇതെൻ്റെ മാത്രം ഒപ്പീനിയൻസ് ആണ്, എൻ്റെ മാത്രം റിവ്യൂ ആണ്. അതിൽ പക്ഷാപാതമോ അല്ലെങ്കിൽ ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസോ ഞാൻ പറയാൻ പോകുന്നില്ല. ഞാൻ കൊണ്ട് നടന്നിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ അൾട്രാ വയലറ്റ് F77 Mark I അല്ലെങ്കിൽ Mark II മോഡൽസിന് 800mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഞാൻ ഫ്ലാറ്റ് ഫുട്ടാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഏകദേശം ഫ്ലാറ്റ് ഫുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫ്ലാറ്റ് ഫുട്ടാണ്. പിന്നെ എൻ്റെ ഹൈറ്റ് ഏകദേശം 166 സെൻറ്റിമീറ്റേഴ്സ്, അറൗണ്ട് 5 feet 5 inch ആ ഒരു കാറ്റഗറിയിൽ പെടും. അപ്പോൾ ഹൈറ്റ് കൂടുതലുള്ളവർക്ക് എത്രത്തോളം ഇത് കംഫർട്ടബിൾ ആണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. പറ്റുകയാണെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരൊക്കെ വെച്ചിട്ട് നോക്കാം. എൻ്റെ ഒരു കേസിൽ ഇതാണ് അവസ്ഥ. എനിക്ക് ഇതിൻ്റെ വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ വെയിറ്റ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. 207 kilograms ആണ് ഈ വണ്ടിയുടെ വെയിറ്റ്. അതായത് നമ്മുടെ ഹിമാലയൻ്റെ ഒക്കെ മേലെ കടന്നു. പക്ഷേ അതൊരു ചെറിയ കുട്ടി പാക്കേജിലായതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. വണ്ടി മൂവ് ആയി തുടങ്ങി കഴിഞ്ഞാൽ ഇത് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ബൈക്കാണ്. ഞാനിത് വണ്ടീനെ പ്രൊമോട്ട് ചെയ്യില്ല, ഞാൻ ഇത്ര കാലം കൊണ്ട് നടന്ന് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പറയാം, വെൽ ബാലൻസ്ഡ് ആണ്. അവർ ഈ ഒരു ഷാസിയുടെ എൻജിനീയറിങ്ങിലും വണ്ടിയുടെ ഡിസൈനിലും എയറോഡൈനാമിക്സിലൊക്കെ കാണിച്ചിട്ടുള്ള R&D ഇതിൽ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ റണ്ണിങ്ങിൽ ഹാൻഡിൽ വിട്ടാലും ഒക്കെ കാണുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, വണ്ടി പ്ലാൻഡ് ആയിട്ട് റോഡിൽ നിൽക്കുന്ന ആ ഒരു ഫീല്, അതൊക്കെ അൾട്രാ വയലറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കാണണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചത്. ഇതാണ് എൻ്റെ പൊസിഷൻ. ഞാൻ ബാക്കോട്ട് നീങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാം. ഇത് പലർക്കും അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ അല്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് വണ്ടി എടുത്ത ദിവസം ഇത്തിരി അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്സ് സീറ്റിംഗ് പൊസിഷൻ. എനിക്ക് പിന്നെ ഇതിൽ അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ടാങ്ക് പാഡ് വരുന്നുണ്ട്, 2 എണ്ണം. അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ നീസ് വെച്ചിട്ട് ഇത് ടാങ്ക് ലോക്കിങ് ചെയ്ത് അങ്ങനെ ഇരിക്കും. പിന്നെ അത്യാവശ്യം കംഫർട്ടബിൾ ആയതിനു ശേഷം ഇത് വെച്ചിട്ട് എനിക്ക് പുറം വേദന ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയനാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരു പുറം വേദനയും വന്നിട്ടില്ല. ഞാൻ റൈഡ് പോയിട്ടുണ്ടായിരുന്നു നന്ദി ഹിൽസ്. ആ ഒരു സമയത്ത് എൻ്റെ ബാക്കിൽ പില്ലിയൺ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ പുറകിൽ ഇങ്ങനെ ഷോൾഡറിൽ കൈ വെച്ച് ഇരുന്നത് കൊണ്ട് അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. അതല്ലാതെ ബാക്ക് പെയിൻ പോലത്തെ ഇഷ്യൂസ് ഈ വണ്ടിയിൽ എനിക്ക് വന്നിട്ടില്ല. പിന്നെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. എൻ്റെ ഒരു കേസിൽ അത് വന്നിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് ഡ്യൂട്ടീസ് ഹാൻഡിൽ ചെയ്യുന്നത് 320mm ഒരു സാധാ ഡിസ്ക്കാണ്. അതിൽ ബൈബ്രീഡ് റേഡിയൽ കാലിപ്പേഴ്സാണ് വരുന്നത്. എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബ്രേക്സ്. ഞാൻ ഈ ഒരു ബ്രേക്സ് കമ്പയർ ചെയ്യുക KTM ഡ്യൂക്ക് 390 ലെവൽ ബൈറ്റുള്ള ഒരു ബ്രേക്കായിട്ടാണ്. ഇത് ഇത്രയും എടുത്ത് പറയാൻ കാരണം ഡ്യൂക്ക് 390യുടെ വെയ്റ്റും ഇതിൻ്റെ വെയ്റ്റും വേറെ രണ്ട് ലീഗിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റ് കൂടിയ ഈ വണ്ടിക്ക് ഇതുപോലത്തെ ഒരു ബൈറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പിംഗ് പവർ കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ബ്രേക്സിൻ്റെ അഡ്വാൻറ്റേജ്. അതും എടുത്തു പറയാൻ കാരണം ഈ വണ്ടിക്ക്
നമ്മൾ റീജൻ വെച്ചിട്ട് നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് പോലത്തെ ഈ ഒരു ഫീലിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഇല്ലാത്ത സമയത്ത്, അതായത് റീജൻ ഓഫാക്കി കഴിഞ്ഞാൽ വണ്ടി ഫ്രീ ഫ്ലോയിങ് പോലത്തെ ഒരു റൈഡ് അങ്ങനെ പോവുക ചെയ്യുക. ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു ബ്രേക്കിങ്ങിൻ്റെ പവർ നമുക്ക് വീണ്ടും മനസ്സിലാവുക. അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനത്തെ പവറുള്ളൊരു ബ്രേക്ക് ഉള്ളത് സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗെങ്കിലും കുറച്ച് കിട്ടുന്നത് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, ഈ ഒരു ഹെഡ്ലൈറ്റ് കാണാനൊക്കെ അടിപൊളിയായി. ഈ ഒരു പ്രഡേറ്റർ സ്റ്റാൻസ് കൊടുക്കുന്ന ഈ ഫോർക്കിൻ്റെ ഷ്രോഡ്സും ഇതൊക്കെ കാരണം ഇത് ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. വേറെ ഒരു ബൈക്സിലും നമുക്കിത് കാണാൻ പറ്റില്ല. ഞാൻ പൾസറിൻ്റെ N125 എന്നുള്ള മോഡലിൽ ചെറുതായിട്ടുള്ളൊരു രീതിയിൽ ഒരു ടാങ്ക് ഈ ഒരു ഫോർക്കിൻ്റെ ഷ്രോഡ്സ് കണ്ടിട്ടുണ്ട്. അതല്ലാതെ വേറൊരു ബൈക്സിലും ഞാൻ കണ്ടിട്ടില്ല. ഒരു അടിപൊളി ഡിസൈൻ, ഒരു പ്രഡേറ്റർ സ്റ്റാൻസ് എന്ന് ഞാൻ ഇതിനെ പറയാം. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് ഈ ഒരു കൂർത്ത് നിൽക്കുന്ന ഈ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ. നൈറ്റൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിൽ ഒന്നാണ് ഈ ഒരു മാറ്റ് ബ്ലാക്കും പിന്നെ ഗ്ലോസി ബ്ലാക്ക്. അതിൽ തന്നെ ഒരു യെല്ലോവും കൂടെ വരുന്നുണ്ട്. യെല്ലോ ബംബിൾ ബി വേറൊരു ലെവൽ സാധനമാണ്. അത് ഭയങ്കര രസമാണ് കാണാൻ. ഫ്ലാഷി കളറാണ്. ഞാൻ ഡെയിലി ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ട് നടക്കുന്നൊരു വണ്ടിയല്ല. പക്ഷേ അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഷോറൂമിലൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഭംഗിയാണ്. പിന്നെ വൈറ്റ്, ആ വൈറ്റിൻ്റെ ലുക്ക്, ഈ വണ്ടിക്ക് ബോഡി പാനൽസ് അത്ര ഉള്ളത് കൊണ്ട് കാണാൻ ഏത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാലും ഫുൾ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂർത്ത് നിൽക്കുന്ന ഈ ഒരു പ്രഡേറ്റർ സ്റ്റാൻസിൽ നമുക്ക് കീ ഓണാക്കാം. കീ ഓണാക്കി കഴിഞ്ഞാൽ യു അല്ലെങ്കിൽ വി ഷേപ്പിൽ ഒരു DRLs ഓണായി വരും. വണ്ടി ഓണായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ആംഡാക്കി വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ്സ് ഓണാവും. അത് ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ത്രോയിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ ത്രോ ഒന്നുമില്ല. കാണാനൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത്രത്തോളം വിസിബിൾ അല്ല. നമ്മളിപ്പോൾ ഈ ഡ്യൂക്ക് 390 പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ അത് നൈറ്റ് ടൈമിൽ ഇതുകൊണ്ട് വലിയ പർപ്പസ് ഒന്നുമില്ല. നമ്മൾ പിന്നെ ഇതിന് ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ്. നമ്മൾ ഈ ഒരു പാസ് ഇട്ട് കഴിഞ്ഞാലും ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാലും അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല എനിക്ക്. ഇനി നമുക്ക് വണ്ടീനെ കുറിച്ച് ഒരു POV വാക്ക് അറൗണ്ട് ചെയ്യാം. ഇതിൻ്റെ ടെയിൽ ലൈറ്റ് കണ്ടോ, ഭയങ്കര രസമാണ് കാണാൻ. ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ബേണേഴ്സ് ഉണ്ടല്ലോ, ആഫ്റ്റർ ബേണേഴ്സ്, അതിൻ്റെ ഡിസൈന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് ഡിസൈനാണിത്. ഈ ആഫ്റ്റർ ബേണർ ഡിസൈൻ 2 സൈഡിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, അവിടെ നമ്മൾ ഈ എൻജിൻ ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ, അതായത് റീജൻ അല്ലെങ്കിൽ എൻജിൻ ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ അതിങ്ങനെ മിന്നി കത്തും. ഭയങ്കര രസമാണ് കാണാൻ ബാക്കിൽ നിന്ന്. അതായത് സൂപ്പർ ബൈക്സിനൊക്കെ ഇങ്ങനെ മിന്നി കളിച്ചിങ്ങനെ പോകുമല്ലോ ടെയിൽ ലൈറ്റ്സ്, അതുപോലത്തെ ഒരു ലുക്കാണ് ഈ വണ്ടിക്ക് കിട്ടുക. പിന്നെ നമ്മൾ പെട്ടെന്ന് വണ്ടി ട്രാഫിക്കിലൊക്കെ സഡൻ ബ്രേക്ക് ഇട്ട് സ്റ്റോപ്പ് ആക്കുന്ന സമയത്ത് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. മറ്റേ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഡബിളായിട്ട് ഒന്ന് ബ്ലിങ്ക് ചെയ്യും. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലൊക്കെ തരുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയത്. പിന്നെ ഇതിൻ്റെ ഹഗ്ഗർ കാണാം, ഒരു നൈസായിട്ടുള്ള ചെറിയ ഹഗ്ഗറാണ്. പിന്നെ ഇതിൻ്റെ സ്വിങ് ആം കാണാം, ഭയങ്കര ഭംഗിയാട്ടോ. ഒരു പ്രോപ്പർ സൂപ്പർ സ്പോർട്ടിലൊക്കെ വരുന്ന പോലത്തെ ഒരു നല്ല സ്വിങ് ആമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിലും ഒരുപാട് R&D അൾട്രാ വയലറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മോട്ടറും സസ്പെൻഷനും കാണാൻ പറ്റും. ഒരു അലൂമിനിയം അലോയ് സൈഡ് സ്റ്റാൻഡ് കാണാം. പിന്നെ അതുപോലെ ഒരു സൈഡ് വിംഗ്ലെറ്റ് കാണാം നിങ്ങൾക്ക് ഈ വണ്ടിയിൽ. ഇതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡും കൂടെയാണ്. ഈ ഒരു വണ്ടിയുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇവിടെ ഒരു കമ്പിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ചെറിയൊരു മെറ്റൽ സ്ട്രക്ചർ. അത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വിംഗ്ലെറ്റ് വെച്ചിട്ട് കവർ ചെയ്യാണ്. അതായത് സൈഡ് എയറോഡൈനാമിക് വിംഗ്ലെറ്റ് ആയിട്ടും ക്രാഷ് ഗാർഡ് ആയിട്ടും ആക്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ എലമെൻറ്റാണ്. പിന്നെ ഇതിൻ്റെ ഫോർക്ക് ഷോട്ട്സ് കണ്ടല്ലോ, ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഈ വലിയ സൈഡ് പാനലും പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റെക്കോൺ എന്നുള്ളൊരു ടെക്സ്റ്റ് കണ്ടോ. അതായത് റീകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. അതായത് വലിയ ലാർജ് ബാറ്ററി പാക്കുള്ള വേരിയൻ്റാണ്. പിന്നെ ഇതിൻ്റെ പട്ടി സാർ ഇവിടെ ഫുള്ള് സീനാണ്. ഇതിൻ്റെ POV വീഡിയോ ഒന്ന് കാണാം. പട്ടി സാർ ഫുള്ള് സീനാണ്. നമുക്ക് ഏതായാലും വണ്ടിയുടെ POV ഒരു സീൻ കാണാം. ഇവിടെ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ മീറ്ററിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇതൊരു ജോയ്സ്റ്റിക്ക് സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ബാക്കിലൊരു ഹസാർഡിൻ്റെ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഹസാർഡ് ബ്ലിങ്ക് ചെയ്യും. പിന്നെ ഇവിടെ ഒരു പാസ് അല്ലെങ്കിൽ ബ്രൈറ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്യൂക്ക് 390 പോലത്തെ സെയിം സെറ്റപ്പിലുള്ള ഒരു പാസ് സ്വിച്ച് വരുന്നുണ്ട്. ഡിമ്മും ബ്രൈറ്റും പാസും ഒക്കെ ഇതിൽ തന്നെ വരുന്നത്. ഈ സൈഡിലാണെങ്കിൽ നമുക്ക് കിൽ സ്വിച്ച് അല്ലെങ്കിൽ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ച് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 2 ഫിക്സ്ഡ് ആയിട്ടുള്ള മിറർ. ഇതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ. ഇനി മീറ്ററിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ഡിസ്പ്ലേ ഡേ ടൈം മോഡിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ ബ്രേക്ക് പിടിച്ചിട്ട് ഈ ഒരു കിൽ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് എൻഗേജ് ആവും. മോട്ടർ ആംഡ് എന്നാണ് പറയുക.
ഇതിൽ പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് ചേഞ്ച് ആവും. ഇതിപ്പോൾ കോമ്പാറ്റാണ്, ഇത് ബലിസ്റ്റിക്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഒരു വണ്ടി, ഈ ഒരു F77 ഈ ഒരു വേർഷൻ ബലിസ്റ്റിക് പ്ലസ് ഫേംവെയർ ആണ് റൺ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് വേർഷനായിരുന്നു ജസ്റ്റ് നോർമൽ ഗ്ലൈഡ് കോമ്പാറ്റ് ബലിസ്റ്റിക്. ഇതെല്ലാ മോഡ്സും ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബലിസ്റ്റിക് പ്ലസ് എന്ന് കാണാൻ പറ്റും. ഗ്ലൈഡ് പ്ലസ്, കോമ്പാറ്റ് പ്ലസ്, ബലിസ്റ്റിക് പ്ലസ്. ഇതിൻ്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫേംവെയറിലാണ് ഈ വണ്ടി റൺ ചെയ്യുന്നത്. പിന്നെ മീറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ വാട്ട് അവർ പെർ കിലോമീറ്റർ കാണിക്കും. ഇതിങ്ങനെ മാക്സിമം കൂട്ടി ഉള്ള രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടും. ഇവിടെ നമ്മളെ റേഞ്ച് കാണിക്കും. ഇത് ബലിസ്റ്റിക്കിൽ ഇനി 176 കിലോമീറ്റേഴ്സ് പോകുമെന്നാണ് കാണിക്കുന്നത്. 92% ആണ് ചാർജ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഗ്ലൈഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ 241 കിലോമീറ്റേഴ്സ് ഓടും, 192 കിലോമീറ്റേഴ്സ് കോമ്പാറ്റിലും. ഇത് നമ്മൾ ഓടിക്കുന്ന ഈ വാട്ട് അവർ പെർ കിലോമീറ്റർ എത്രത്തോളം വരുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഈ ഒരു റേഞ്ചിൽ മാറ്റം വരിക. അതിൽ തന്നെ ഒരുപാട് ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ ഉണ്ട്, ഞാൻ റൈഡ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം, മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ മെനു എടുക്കാനുള്ള സിസ്റ്റം കാണിച്ചു തരാം. ഇതിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള മെനു ആണ്. ഇതിൽ വലിയ ടെക്കും കാര്യങ്ങളും ഈ ഒരു ഇൻ്റർഫേസിൻ്റെ അകത്തില്ല. ഒരുപാട് കസ്റ്റമൈസേഷൻ. പെർഫോമൻസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ABS ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡ്യുവൽ അല്ലെങ്കിൽ ഓഫാക്കി ഇടാൻ പറ്റും. പിന്നെ റീജനറേഷൻ ബ്രേക്കിംഗ്, അത് 90%-ൻ്റെ താഴെ ബാറ്ററി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓണാക്കി ഇടാൻ പറ്റുള്ളൂ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഞാനിപ്പോൾ ഓഫിലാണ് ഇട്ടേക്കുന്നത്. ഇതിൽ 3 ലെവൽസ് ഓഫ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ഒന്ന് സ്ട്രീറ്റ്, സ്പോട്ട്, പിന്നെ റെയിൻ. ഞാൻ ഇപ്പോൾ ഓഫാക്കിയിട്ടേക്കാണ്. എനിക്ക് ഇപ്പോൾ വണ്ടി കംഫർട്ടബിൾ ആയതിനു ശേഷം ഞാൻ ഓഫാക്കിയിട്ടാണ് ഓടിക്കാറ്. പേടിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. പിന്നെ ഇതിൽ ഹിൽ ഹോൾഡ് സിസ്റ്റം ഉണ്ട്. ഞാൻ ഇതും ഓഫാക്കിയിട്ടൊക്കെ എന്തിനാണെന്ന് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിന് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്. ഇവിടെ പ്രീലോഡും ഒക്കെ 2 ഫോർക്കിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് USD ഫോർക്കാണ് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഹാൻഡിലിങ് സ്പോർട്ടി ആയിട്ടുള്ള ഒരു നേച്ചറാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് അടിപൊളിയാണ്. അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് USD ഫോർക്കാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു വണ്ടി ഫുള്ള് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് ബെൽറ്റ് ഡ്രൈവ് അല്ല, ചെയിൻ ഡ്രൈവ് ആണ്. ഇനി വണ്ടിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ND ഫിൽറ്റർ ആൾസോ യൂസ് ചെയ്യാം. ഇനി സെറ്റായിരിക്കും. ഒരു വണ്ടിനെ കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോൺസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ എന്നാലും ഞാൻ പറയാം, 90%-ൻ്റെ അണ്ടർ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ റീജൻ വർക്ക് ചെയ്യില്ല. അതായത് ഞാനിവിടെ ആക്സിലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇത് സൈക്കിള് ചെയിന് വീണ് പോലെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പോവും. നമ്മൾക്ക് എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫീലിങ്ങോ ഒരു സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഡേഞ്ചറാണ്. നമ്മൾ ഹൈ സ്പീഡ് പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം നമ്മളെ തിരിച്ച് സ്റ്റോപ്പിലോട്ട് എത്തിക്കാൻ ഒരു ഫോഴ്സും ഇല്ല, വീൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഡേഞ്ചർ പോയിൻ്റ് ഇതാ, ബലിസ്റ്റിക് മോഡിൽ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറന്നു പോകും റീജൻ വർക്കാകത്തോടത്തോളം കാലം. ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് 90%-ൻ്റെ താഴെ ഇങ്ങനെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ കോർണർ എടുക്കുന്നത് പോലും ഡേഞ്ചറാണ്. കാരണം നമുക്ക് 6th ഗിയറിൽ ഇട്ടിട്ട് നമ്മളൊരു കോർണർ എടുക്കുന്ന പോലെ ഉണ്ടാവും. കാരണം നമുക്ക് ഒരു റിട്ടേൺ ഫോഴ്സ് ഒന്നും വരുന്നില്ല, ഒരു എൻജിൻ ബ്രേക്കിംഗ് പോലത്തെ ഒരു ഫോഴ്സും ഇല്ല. സോ വണ്ടി പിടുത്തം വിട്ട പോക്ക് പോകാമെന്ന് പറയില്ല, അതുപോലത്തെ ഒരു പോക്ക് പോവാം. വൺസ് വി ഗെറ്റ് ദി എൻജിൻ ബ്രേക്കിംഗ് ഓർ റീജൻ ബാക്ക് ഓൺ, വി ആർ സേഫ്. അതുവരെ നമ്മളൊന്ന് ഇത്തിരി സൂക്ഷിക്കണം. മേ ബി ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് കൊണ്ടായിരിക്കാം ഇപ്പോൾ 90%-ൻ്റെ താഴെ ആണെങ്കിൽ മാത്രമേ റീജൻ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു ഫീച്ചർ അങ്ങനെ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഇതൊരു പവർഫുൾ മെയ്ഡ് ഇൻ ഇന്ത്യ EV ആണ്. പവർഫുൾ മീൻസ് ഭയങ്കര പവർഫുൾ. ഞാനിതിൻ്റെ പവർ ഫിഗേഴ്സ് കമ്പയർ ചെയ്യുക, 350 ഒരു 300cc സെഗ്മെൻറ്റിലെ ബൈക്സ് വെച്ചിട്ടാണ്. ഒരു 390, RR 310 അതുപോലത്തെ ബൈക്സ് ഉണ്ടല്ലോ, ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ അല്ലെങ്കിൽ പിന്നെ ഔട്ടർ റിംഗ് റോഡ്സിലോട്ടൊക്കെ പോകണം നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു നല്ല ഹൈവേസ് കിട്ടണമെങ്കിൽ. ഇതിപ്പോൾ രാവിലെ ടൈം ആയതുകൊണ്ടും ഇത് ക്രിസ്മസ് മോർണിംഗ്, അതായത് 25th മോർണിംഗാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. ക്രൗഡ് കുറവാണ്. നമുക്കിപ്പോൾ റീജൻ ഒക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 87% ചാർജ്. ഇതിൽ പിന്നെ 3 റൈഡിങ് മോഡ്സാണ് വരുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഗ്ലൈഡ്, പിന്നെ കോമ്പാറ്റ്, പിന്നെ ബലിസ്റ്റിക്. ഈ ഒരു ബൈക്ക് പറഞ്ഞതുപോലെ ബലിസ്റ്റിക് പ്ലസ് ഫേംവെയർ ആണ് റൺ ചെയ്യുന്നത്. ഈ ബലിസ്റ്റിക് പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഇത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് അവിടുത്തെ റൈഡ് ചെയ്ത ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് അവർ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ട്യൂണിങ് മാപ്പാണ്. അത് ഈ ഗ്ലൈഡിലാണെങ്കിലും കോമ്പാറ്റിലാണെങ്കിലും ബലിസ്റ്റിക്കിലാണെങ്കിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ വണ്ടിയിൽ ലോഡ് ചെയ്ത് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഹൊസൂർ, സേലം അങ്ങോട്ട് വിട്ടാലോ, പക്ഷേ വഴിയിൽ കുടുങ്ങും. പിന്നെ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ റേഞ്ച് ആങ്സൈറ്റി ഈസ് റിയൽ. എൻ്റെ കേസിൽ പലർക്കും ഇത്
323 കിലോമീറ്റേഴ്സാണ് IDC പറയാം. പിന്നെ നമ്മൾ ഗ്ലൈഡ് മോഡിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 265 കിലോമീറ്റേഴ്സാണ് റേഞ്ച് കിട്ടുക യൂഷ്വലി ഇതിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള വാട്ട് അവർ വെച്ച് ഓടിക്കുമ്പോൾ. കോമ്പാറ്റ് ആണെങ്കിൽ 206, ബലിസ്റ്റിക് ആണെങ്കിൽ 186. പിന്നെ ബലിസ്റ്റിക് ആണെങ്കിൽ പിന്നെ ഞാൻ കുറേ കാലം കൊണ്ട് നടന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് മോഡലാണെങ്കിലും നമ്മൾ വാട്ട് അവർ പെർ കിലോമീറ്റർ ഉണ്ടല്ലോ ഇവിടെ കാണുന്ന 51, അത് നോക്കിയാൽ മതി. ബലിസ്റ്റിക്കിൽ 60 റെക്കമെൻഡഡ്. 60 വാട്ട് അവർ പെർ കിലോമീറ്ററിലാവുമ്പോൾ 186 കിലോമീറ്റേഴ്സ് കിട്ടുന്ന കമ്പനി പറയുന്നത്. അപ്പോൾ വാട്ട് അവർ പെർ കിലോമീറ്റർ കുറച്ച് യൂസ് ചെയ്യുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, സെയിനായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബലിസ്റ്റിക് മോഡിൽ തന്നെ നന്നായിട്ട് നല്ല റേഞ്ച് കിട്ടും. നല്ല ബ്ലോക്കാണല്ലോ. രാവിലെ തന്നെ പെട്ടു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി കുറച്ച് പേരുടെ മിസ്കൺസെപ്ഷൻസ് മാറ്റിത്തരാം. ചിലരുടെ വിചാരമുണ്ട് ഇത് ഗ്ലൈഡ് മോഡ്, അതായത് ഏറ്റവും പവർ കുറഞ്ഞ മോഡ്. ചില വണ്ടിയിൽ എക്കോ മോഡ് എന്നൊക്കെ പറയും. ഈ ഒരു മോഡിലിട്ട് കഴിഞ്ഞാൽ 30-40 പോകാൻ കഴിയുള്ളൂ. ശരിക്കും അത് തെറ്റാണ്. ഈ ഒരു വണ്ടിയിലെ പവറും ടോർക്കൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യും. പിന്നെ ത്രോട്ടിൽ ഓൺ ഓഫ് ട്രാൻസിഷൻസ് ഒക്കെ ഭയങ്കര സ്മൂത്താക്കും. അതാണ് ഗ്ലൈഡ് മോഡിൽ ചെയ്യുന്നത്. പിന്നെ വൺസ് ഇറ്റ് ക്യാച്ചസ് സ്പീഡ്, കുറച്ച് സ്പീഡ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 80-ലോ 90-ലോ 100-ലോ വരെ ഈ ഗ്ലൈഡ് മോഡിൽ പോവാം. അതും ഈ ഒരു ലോ പവർ മോഡിൽ തന്നെ ഇത്രയും സ്പീഡൊന്നും പല അതർ EVസിലൊന്നും കിട്ടില്ല നിങ്ങൾക്ക്. ഇവിടെയൊക്കെ ഈ സിറ്റി സ്ഥലങ്ങളിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി മോഡാണ്. അതായത് നല്ല പെർഫെക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മോഡാണ് ഗ്ലൈഡ് മോഡ്. പിന്നെ കോമ്പാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഒരു 200cc ലെവൽ റേഞ്ചിലുള്ള ഒരു പെർഫോമൻസ്, 200-250cc റേഞ്ചിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ബാലിസ്റ്റിക്കിൽ ഇടുമ്പോഴാണ് അത് കുറച്ചുകൂടി സീൻ മാറുന്നത്. ഭയങ്കര ത്രോട്ടിൽ റെസ്പോൺസ് കൂടും, ഭയങ്കരമായിട്ട് പുള്ള് ചെയ്ത് വണ്ടി കയറും, അങ്ങനെ ടോപ്പ് സ്പീഡ് വരെ അങ്ങനെ കയറിപ്പോവും. ബട്ട് ഒരു 60-80 ഇടയിലാണ് ഇതിൻ്റെ ആ ഒരു ബാലിസ്റ്റിക് മോഡിൻ്റെ പുള്ളറിയാം. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ കയറിയതിന് ശേഷം പിന്നെ ഈ ബലിസ്റ്റിക് വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ എന്നാലും കയറും. ബട്ട് 80 താഴേക്കുള്ള സ്പീഡിൽ നിന്ന് ബലിസ്റ്റിക് ഫുൾ ത്രോട്ടിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്, നമ്മളൊന്ന് ബാക്കോട്ട് തെറിക്കുന്ന രീതിയിൽ. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ത്രില്ല് തരുന്ന ഒരു സംഭവമാണത്. ഞാനിപ്പം പോകുന്ന 112, 115, 118. ഭയങ്കര എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് എത്ര കയറുമെന്ന് നമുക്ക് നോക്കാം. 155 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് തക്കി ചെയ്തിരിക്കാം. 139, 140. ഭയങ്കര ക്രോസ് ലിൻഡ് ഉണ്ട്. ഞാൻ റീജൻ കൂട്ടിക്കൊണ്ടിരിക്കുക. ഓൺ ദ ഗോ നമുക്ക് കൂട്ടാൻ പറ്റും റീജൻ. അതൊരു നല്ലൊരു ബാലിസ്റ്റിക് റണ്ണായിരുന്നു. നമുക്ക് അറൗണ്ട് 140 സംതിങ് കിലോമീറ്റർ സ്പീഡ് ടോപ്പ് സ്പീഡ് കിട്ടി. അത് 155 വരെ കയറും. നമ്മുടെ ഈ വിൻഡ് പല ഫാക്ടേഴ്സിനനുസരിച്ചിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ ജാക്കറ്റ്, പിന്നെ കുറേ ബാഗ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് എൻ്റെ തോളിൽ. അത്രത്തോളം എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വണ്ടി കയറും. പിന്നെ ഈ ചെറിയ സ്പീഡിലൊക്കെ ഈ ഒരു റീജൻ ഭയങ്കര അഗ്രസീവായിട്ട് തോന്നും R9. ബട്ട് ആസ് ഇറ്റ് ഗെയിൻ സ്പീഡ്, അതായത് നമ്മളിപ്പോൾ സ്കൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു 90-100 വരെ കയറ്റിയിട്ട് ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഞാനിത് കമ്പയർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു 100 വരെ കയറിയെന്ന് വിചാരിച്ചോ, എന്നിട്ട് ഒറ്റയടിക്ക് ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ കുത്തി നിൽക്കും വണ്ടി. അത്ര എൻജിൻ ബ്രേക്കിങ്ങിൽ വണ്ടി നിൽക്കും. പക്ഷേ അതുപോലെയല്ല ഇത്. ഓട്ടോമാറ്റിക് ടൈപ്പ് ഗിയർ ബോക്സ് പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട്, ഇതിൻ്റെ മോട്ടർ പവർ ആയതുകൊണ്ട് നമ്മൾ ഏത് സ്പീഡിലാണോ അതിന് അനുസരിച്ച് ഇരിക്കും നമ്മുടെ ഈ റീജൻ ഒരു 60-80 ഉള്ളിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തോന്നും, 9 തന്നെ. ബട്ട് ആസ് ഇറ്റ് ഗെയിൻ സ്പീഡ് അത്ര സ്ട്രോങ് അല്ല എന്നുള്ളൊരു ഫീൽ വരും. ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോട്ടോർ സൈക്കിളാണ്. ഇത് ഗിയർഡ് ഒന്നുമല്ലല്ലോ. സോ ഇതിൽ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. നല്ല ടൂറിങ് മെഷീനാണ്. ബട്ട് റേഞ്ച് ആങ്സൈറ്റിൻ്റെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്. ഇത് 100,000 കിലോമീറ്റർ വരെ ഓടിച്ച് ലഡാക്കിലും നേപ്പാളിലും ഒക്കെ പോയിട്ടുള്ള ഹരീഷ് എന്ന് ഒരുത്തുണ്ട്, ഇവിടെ ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള. അയാൾ ഇതും കൊണ്ടിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയോ. എന്നിട്ടും ബാറ്ററി ഹെൽത്ത് അറൗണ്ട് 96% വീണ്ടും ബാക്കിയുണ്ട്, അത്രയും കിലോമീറ്റർ ഓടിയിട്ട്. അത് കാണിക്കുന്ന എന്താ വെച്ചാൽ അൾട്രാ വയലറ്റിൻ്റെ ബാറ്ററി ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസും പിന്നെ അതെവിടെ കിടക്കുന്നു എന്നുള്ള മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അൾട്രാ വയലറ്റിൻ്റെ ബാറ്ററി അങ്ങ് പീക്ക് ലെവലിലാണ്.
ഇനി ഹൈ വോൾട്ടേജ് ബാറ്ററീസ് ഒക്കെ വരുന്ന സമയത്ത് ഇതിനെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലോട്ട് എത്തും എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ വെച്ചിട്ട് ഇങ്ങനെ നല്ല സ്ട്രെച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിട്ട് ടക്കിൻ ചെയ്ത് പൊസിഷനൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഇങ്ങനെ ഒരു ഹാൻഡിൽ സെറ്റപ്പ് ആവുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല. പക്ഷേ എൻ്റെ ഒരു കേസിൽ ഞാനിതിന് അഡാപ്റ്റായി പോയി. ഇതൊക്കെ ഓടിച്ചതിന് ശേഷം പിന്നെ വേറെ RS200 ഒക്കെ എടുത്ത് ഓടിക്കുമ്പോൾ RS200 ഒക്കെ സ്ട്രൈറ്റ് ഇരുന്ന് ഓടിക്കുന്ന പോലെ അത് അഗ്രസീവായിട്ട് തോന്നുകയില്ല. അത് യൂസ് ടു ആവാൻ സമയമെടുക്കും. അതുപോലെയാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ. പിന്നെ ഹാൻഡിൽ ഇങ്ങനെ അഗ്രസീവായിട്ട് വെച്ചത് കൊണ്ട് നമുക്ക് ഈ സസ്പെൻഷൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ റോഡായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ. പിന്നെ റെയർ സസ്പെൻഷൻ ഈസ് ആൾസോ ഗുഡ്. അത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. 25 അങ്ങനെ റിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്തിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ ഏത് വഴി പോവും അതാണ് അറിയാത്തത്. ഈ വണ്ടി 40 bhp ഓഫ് പവർ ആൻഡ് 100 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ നന്ദി ഹിൽസൊക്കെ പോയിരുന്ന സമയത്ത് ഇതല്ലാതെ വേറെ ഒരൊറ്റ EV ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരൊറ്റ EV പോലും. കാരണം ഈ ചെറിയ EVകൾക്ക്, ചെറിയ ബാറ്ററി പാക്ക് അല്ലെങ്കിൽ ചെറിയ മോഡൽസുള്ള EVകൾക്ക് അത് ക്ലൈംബ് ചെയ്യാനുള്ള ശേഷിയില്ല. ഇനി ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ സിറ്റിയിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ആൾക്കാർ അതിൻ്റെ ചുവട് വരെ ബാറ്ററിയും ചിലവാക്കി എത്തണം. അതും കഴിഞ്ഞ് പിന്നെ 60-40% ബാറ്ററി ബാക്കി ഉണ്ടാവുള്ളൂ. അതും വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ തന്നെ കയറ്റം കയറുമ്പോൾ ഇത് നന്നായിട്ട് വാട്ടവർ എടുക്കും. പക്ഷേ സ്റ്റിൽ ഇത് വലിയ ബാറ്ററി ആയതുകൊണ്ട് ഇത് സർവൈവ് ചെയ്തു. ഞാൻ അറൗണ്ട് 40% ചാർജിലാണ് കയറിയത്. എന്നിട്ട് റിട്ടേൺ ഇറങ്ങിയപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ നന്നായിട്ട് റീജൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഇറക്കമല്ലേ. അപ്പോൾ R9 ഇട്ടിട്ട് മാക്സിമം ഓടി എനിക്ക് അറൗണ്ട് 30% ആയപ്പോൾ ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു. എനിക്ക് അറൗണ്ട് 10% ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ലോസ്റ്റ് ആയതെന്നാണ് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ നന്ദി ഹിൽസിൻ്റെ അവിടെ ഒരു സൂപ്പർനോവ ചാർജർ അൾട്രാവയലറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ, ചാർജ് തീരാനുള്ള സിറ്റുവേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറുക, ചാർജ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ തിരിച്ച് പോവാം, അല്ലെങ്കിൽ നന്ദി കയറാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവരതിനിപ്പോൾ പ്രൈസ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. പിന്നെ ഈ ട്രാഫിക്കിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വണ്ടി ഈ ഒരു ലുക്കും പിന്നെ ഈ ഇൻഡിക്കേറ്റർ കത്തുന്ന ആ സംഭവമൊക്കെ കണ്ടിട്ട്. ഇനി വണ്ടി ആരൊക്കെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി എക്സ്പെൻസീവാണ് ഈ വണ്ടി. ഇത് റീകോൺ മോഡൽ അറൗണ്ട് 4 lakhൻ്റെ മേലെ ഓൺ റോഡ് പ്രൈസ് ഉണ്ട്. പിന്നെ NS ഇത് വെച്ചിട്ട് റേസ് ചെയ്യാൻ നോക്കുക, പക്ഷേ കിട്ടില്ല നമുക്ക്. എന്താ 40 bhp ഓഫ് പവർ ആൻഡ് 100 Nm ഓഫ് ടോർക്ക്, അത് വെറുതെ പറയുന്നില്ല. NS മുക്കി പിടിക്കുന്നുണ്ട്, പക്ഷേ കിട്ടില്ല. ഈ വണ്ടി ഇങ്ങനെയാണ്. നമ്മൾ റേഷൻ കടന്ന് മറന്ന് മണ്ണെണ്ണ വാങ്ങാൻ പോയി. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അറൗണ്ട് 3 lakh ഓൺ റോഡിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കളറിനൊക്കെ അനുസരിച്ച് റേറ്റ് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്രാവയലറ്റിൻ്റെ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാം. അവർ ഡീറ്റെയിൽഡായിട്ട് ഓരോ സമയത്ത് റേറ്റ് പറഞ്ഞു തരും. R15 NS ആയിരുന്നു, മുക്കി നോക്കി, പക്ഷേ ഇതിനെ കിട്ടിയിട്ടില്ല. ഇനി ഞാൻ ഈ വണ്ടി ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സിറ്റി ഏരിയയിലൊക്കെ കൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വെഹിക്കിൾ കൊണ്ട് നടക്കാൻ താല്പര്യമുള്ളവർക്കാണ്. കാരണം ഇത് ഭയങ്കര എക്കണോമിക്കലാണ് ഈ ഒരു വണ്ടി കൊണ്ട് നടക്കുമ്പോൾ. ചാർജ് ചെയ്യാൻ ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ 0 കോസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ. കാരണം അൾട്രാവയലറ്റിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബൂസ്റ്റ് ചാർജർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ചാർജർ വെച്ചിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഇതിന് ഓൺ ബോർഡ് ചാർജറൊന്നും വരാത്തതുകൊണ്ട് നിങ്ങൾ ചാർജർ എന്തായാലും കൊണ്ട് നടക്കേണ്ടി വരും ഇൻ കേസ് നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, EV എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേര് ഹെയ്റ്റ് ആയിട്ടുള്ള കമൻറ്റൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇത് നിങ്ങൾ പെട്രോൾ വെഹിക്കിൾസിനുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ കാണാതെ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ ദാറ്റ് ഡസൻറ്റ് പൊല്യൂട്ട് ദി ഏരിയ. ഇതിന് ഇപ്പോൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ഒരു നാണയത്തിന് തന്നെ 2 സൈഡ് ഉണ്ടാവും. ഇതിപ്പം പെട്രോൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കുഴിച്ചിട്ട് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട്, ഇനിയിപ്പോൾ കറണ്ടും ബാറ്ററി ഉണ്ടാക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കൊബാൾട്ടും ലിത്തിയും ഒക്കെ മൈൻ ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഓരോ ഭൂമിയിൽ പല സ്ഥലത്തായിട്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. എല്ലാത്തിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന സ്ഥലം ക്ലീനായിട്ട് പൊല്യൂട്ടഡ് ആവാതെ
ആവാത്ത രീതിയിൽ ക്ലീൻ എനർജിയിൽ റണ്ണ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. പക്ഷേ അതിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പെർഫോമൻസ് മോട്ടോർ സൈക്കിൾസ് ഈ ഒരു ക്വാളിറ്റിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് അൾട്രാ വയലറ്റ് മാത്രം മേക്ക് ചെയ്യുന്നുള്ളൂ. ഇവർക്ക് കോമ്പറ്റീഷൻ ഇല്ല സീരിയസ്ലി പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ F77 Mark II പിന്നെ അതുപോലെ സൂപ്പർ സ്ട്രീറ്റും കയറിയിട്ടുണ്ട്, X47 കയറിയിട്ടുണ്ട്. ഇനി 2 വണ്ടിയും കൂടെ വരും, ടെസറാക്റ്റും ഷോക്ക് വേവും കൂടെ വരാനുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ 5 വണ്ടിയാണ് ഇവരുടെ ഈ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുക. സിറ്റി യൂസിനൊക്കെ കൊണ്ട് നടക്കാനൊക്കെ അടിപൊളിയാണ്. ഭയങ്കര എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് EV റണ്ണ് ചെയ്യാം. അതാണ് ഡിഫറൻസ്. നോർമൽ ഒരു EV റണ്ണ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ആ സ്പീഡിൻ്റെ ത്രില്ലും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഓടിക്കാൻ പറ്റുന്ന ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു റൈഡാണ് ഇതിന്. ഞാനൊക്കെ നന്ദി ഹിൽസ് പോയ സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ക്രൂസിങ് സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ചും കിട്ടുന്നുണ്ട്. സോ ഇറ്റ് വാസ് എ നോ ബ്രെയിനർ. സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകണം. പ്ലാൻ ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാളും. കാരണം ഹരീഷ് ചിലപ്പോൾ 1 lakh കിലോമീറ്ററൊക്കെ ഓടിയെന്ന് വരും. പക്ഷേ അത് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ഈ റേഞ്ചും ഇതൊക്കെ കുറച്ച് ശതമാനമൊക്കെ പറയുമ്പോഴേക്ക് എനിക്ക് ആങ്സൈറ്റി വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അത്യാവശ്യം ഒരു 40 വരെയൊക്കെ കുഴപ്പമില്ല. 40ൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ഇത് വരും. അത് ഏത് മോഡലിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉള്ളിലൊരു ഇതിങ്ങനെ ഉണ്ടാവും, ഇപ്പോൾ തീരുമോ, ഇനി അവിടെ എത്തുമോ. പക്ഷേ എൻ്റെ ഈ ഒരു വണ്ടി കൊണ്ടു നടന്നിട്ടുള്ള കാലം വെച്ചിട്ട് അത്രയും വരീഡ് ആവാൻ മാത്രമുള്ള ഡിസ്റ്റൻസ് ഒന്നും ഞാൻ പോയിട്ടില്ല. എന്നാലും അവസാനത്തെ കുറച്ച് കിലോമീറ്റേഴ്സ് കുറച്ച് ടെൻഷനുള്ളതായിരിക്കും. പുള്ള ഇത് എടുത്ത് കയറുന്നതിന് എന്ത് രസമാണെന്ന് അറിയും. സ്പെക്കുകൾ കുറേ മാറി വിളമ്പുന്നതിന് പകരം ഞാൻ എൻ്റെ റൈഡ് എക്സ്പീരിയൻസും ഞാനിത് എങ്ങനെ പ്രാക്ടിക്കൽ യൂസ് കേസിൽ നമ്മുടെ റിയൽ വേൾഡ് യൂസ് കേസിൽ ഉൾപ്പെടുത്താമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ് വിൽ പുഷ് ദ കണ്ടൻറ്റ് ഈവൻ മോർ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് അത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ടായിരിക്കും. മേ ബി സീറ്റിംഗ് കംഫർട്ടൊക്കെ പറയാനുണ്ടാവും. സീറ്റ് തരക്കടില്ല, ഹാർഡാണ്. ബാക്ക് സീറ്റൊന്നും പറയേ വേണ്ട, ആളെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സീറ്റൊന്നുമല്ല. പക്ഷേ ഇതൊരു പെർഫോമൻസ് വെഹിക്കിളായതുകൊണ്ട് നമുക്ക് തൽക്കാലം കണ്ണടച്ച് നിൽക്കാം. മിററിൻ്റെ ലുക്ക് കൊള്ളാം, പക്ഷേ വ്യൂ പോരാ. പിന്നെ വിൻഡ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തത്, പിന്നെ സിറ്റിയിൽ ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. ഗിയർ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും വരിടാണ്ട് നേരെ ഗ്ലൈഡ് മോഡിലിടാം. അങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ അതിൻ്റെ രീതിയിലൊക്കെ ഇടയിൽ കൂടെ കുത്തി കയറ്റി അങ്ങനെ പോവുക. ഓവറാൾ ഒരു എൻജോയബിൾ റൈഡ്. നിങ്ങളടുത്ത് അത്രയും മണി സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എടുത്താൽ എന്തായാലും നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അതാണ് എൻ്റെ ഫൈനൽ വേർഡിക്റ്റ്. ആൻഡ് നിങ്ങളിത് വണ്ടിയിൽ സ്പെൻഡ് ആക്കുന്ന ഈ ഒരു മണി, ഈ ഒരു പൈസ നിങ്ങൾക്ക് കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്കത് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ പെർഫോമൻസ് വെഹിക്കിളാണ് ഓടിക്കുന്നത്, പിന്നെ ഈ ഒരു റേഞ്ച് ഇത്രയും കിലോമീറ്ററൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ മുതലായി കിട്ടും. പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ, ഒരുപാട് മെയിൻ്റെനൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വണ്ടിക്ക് കിലോമീറ്റേഴ്സ് റൺ ചെയ്യാനുള്ള എക്സ്പെൻസ് കുറവാണ്, പിന്നെ മെയിൻ്റെനൻസും കുറവാണ്. പിന്നെ അവസാനമായിട്ട് എടുത്ത് പറയാനുള്ളത് ഈ സൗണ്ട്. ഇതിങ്ങനെ ബാലിസ്റ്റിക് മോഡിലിട്ടിട്ട് പുള്ള് ചെയ്ത് കയറുമ്പോഴുള്ള ഫൈറ്റർ ജെറ്റിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അത് നൈസാണ്, അടിപൊളിയാണ്. ഈ ഒരു സൗണ്ട് കേട്ട് എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാം. അപ്പോൾ ശരി, അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, കാണാം.